ഹായ് ഓൾ, വെൽക്കം ടു ബയോ ക്ലാസ്. കേരള PSCയുടെ പുതിയ ഒരു നോട്ടിഫിക്കേഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. കേരള പോലീസ് സർവീസിലേക്ക് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ സയന്റിഫിക് ഓഫീസർ ബയോളജി തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ഇത്തരം അപ്ഡേറ്റ്സ് വളരെ പെട്ടെന്ന് അറിയുന്നതിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. സയന്റിഫിക് ഓഫീസർ ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, ഡോക്യുമെന്റേഷൻ ആൻഡ് ബയോളജി ഈ 4 വിഷയങ്ങൾക്കായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സയന്റിഫിക് ഓഫീസർ ബയോളജിയുടെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. കാറ്റഗറി നമ്പർ 634/2023. വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ മുന്നിലുള്ളത്. ബോട്ടണി, സുവോളജി എന്നീ വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഈ ഒരു സയന്റിഫിക് ഓഫീസർ ബയോളജി തസ്തികയിൽ അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റർവ്യൂ ഇല്ല എന്നുള്ളതാണ്. അതായത് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സർവീസിൽ പ്രവേശിക്കാൻ സാധിക്കും. സ്കെയിൽ ഓഫ് പേ വരുന്നത് 51,400 to 1,10,300 വരെയാണ്. സയന്റിഫിക് ഓഫീസർ ബയോളജി തസ്തികയിലേക്കുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബോട്ടണി, സുവോളജി എന്നീ വിഷയങ്ങളിലുള്ള ബിരുദാനന്തര ബിരുദമാണ്. MSc ബോട്ടണിയോ അല്ലെങ്കിൽ MSc സുവോളജിയോ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇക്വലൻസി ഉള്ള മറ്റ് സബ്ജക്റ്റുകളും ഉണ്ട്. ബോട്ടണി, സുവോളജിയോട് ഇക്വലൻസി ഉള്ള മറ്റ് സബ്ജക്റ്റുകാർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. MSc ബയോടെക്നോളജി ഉള്ളവർക്ക് BScയിൽ ബോട്ടണിയോ സുവോളജിയോ അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഗസറ്റഡ് റാങ്ക് ആണ്. ഇതിൽ സ്കെയിൽ ഓഫ് പേ വരുന്നത് 51,400 to 1,10,300 ആണ്. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഈ ഒരു തസ്തികയിലേക്കുള്ള പരീക്ഷ അവസാനമായി നടന്നത് 2021 2022 റാങ്ക് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റിന് 3 വർഷത്തെ കാലാവധിയാണ് ഉണ്ടാവുക നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ 2025 വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 6-7 മാസത്തിനുള്ളിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഈ ഒരു പോസ്റ്റിൽ ഇതുവരെ 25 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. എന്നാൽ 2025 വരെ നമ്മുടെ ലിസ്റ്റിന് കാലാവധി ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ എല്ലാവരും പഠിക്കുക. ബോട്ടണി, സുവോളജി വിഷയങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. PG ലെവലിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. HSST എക്സാമിനൊക്കെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മുന്നേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം. കാരണം അതേ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ സിലബസും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു വീഡിയോ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. ഇതിൽ സുവോളജിയിൽ ഒരു 10 മൊഡ്യൂളും അതുപോലെ ബോട്ടണിയിൽ ഒരു 7 മൊഡ്യൂളും, അങ്ങനെ ടോട്ടൽ 17 മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ നല്ല ഒരു അവസരമാണ്. ആരും പാഴാക്കരുത്. നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.